ആലപ്പുഴ കളർകോട് അപകടത്തിൽ വാഹന ഉടമയ്ക്കെതിരെ MVD കേസെടുക്കും. കാക്കാഴം സ്വദേശി ഷാമിൽ ഖാന് എതിരെയാണ് മോട്ടോർ വാഹന നിയമപ്രകാരം നടപടി. ഇയാൾ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വാഹനം നിയമവിരുദ്ധമായി വാടകയ്ക്ക് നൽകിയെന്ന് തെളിഞ്ഞിരുന്നു. മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. മോട്ടോർ വാഹന നിയമം ലംഘിച്ചുകൊണ്ട് ഈ വാഹനം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് കള്ള ടാക്സി എന്ന രൂപത്തിൽ കൊടുത്തിട്ടുള്ളതാണ് എന്ന് വ്യക്തമായി തെളിവ് ലഭിച്ചിട്ടുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന നിയമലംഘനത്തിന് കേസെടുത്ത് അത് പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിക്കുന്നതിന് തീരുമാനിച്ചു. രഘുനാഥ് നാരായണൻ നൽകുന്ന വിവരങ്ങൾ. രഘു, വാഹന ഉടമയുടെ വിശദീകരണങ്ങളൊക്കെ മുഖവിലേക്ക് എടുക്കുന്നതേയില്ല MVD. ഇനിയുള്ള നടപടികൾ എന്തെന്നാണ് RTO ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത്? ഈ വാഹന ഉടമയ്ക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുക്കുമെന്ന് ആദ്യം മുതൽ തന്നെ RTOയും ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് RTOയും ഒക്കെ ഉറപ്പ് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായി, അതായത് കോടതിയിൽ റിപ്പോർട്ട് നൽകി കോടതി വഴി ശിക്ഷ ലഭ്യമാകുന്നതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ളൊരു ഫയൽ മോട്ടോർ വാഹന വകുപ്പ് തുറന്നിട്ടുണ്ട്. അതിനെയാണ് സാങ്കേതികമായി കേസെടുത്തു എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിയമങ്ങൾ ലംഘിച്ചതിനെതിരെ ഈ വാഹന ഉടമയുടെ RC ബുക്ക് റദ്ദാക്കാൻ സാധിക്കും. ഒപ്പം അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിന് ചില നടപടികൾ ഇയാൾക്കെതിരെ മോട്ടോർ വാഹന നിയമപ്രകാരം എടുക്കാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് അമ്പലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ശരി, രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. വാഹന ഉടമയ്ക്കെതിരെ നടപടിക്ക് ഒരുങ്ങുകയാണ് MVD.